സർ, നമുക്കറിയാം ഇന്ത്യൻ അതിർത്തിയിൽ നമ്മളിപ്പോൾ അതായത് ഇന്ത്യ ഇപ്പോൾ നോ ടേം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനിടയിൽ പാക് പോർ വിമാനങ്ങൾ നമ്മുടെ അതിർത്തിയിൽ പറന്നിറങ്ങി എന്ന തരത്തിൽ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാണ്? അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇന്ത്യ കരുതിയിരിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണോ അതിർത്തിയിലുള്ളത്? തീർച്ചയായിട്ടും ഇന്ത്യക്ക് കരുതിയിരിക്കേണ്ട അവസ്ഥ തന്നെയാണ് ഈ പറയുന്നത് പോലെ നമ്മൾ ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ പറയുന്നത് പോലെ സർക്കിട്ട് മേഖലയിൽ വലിയ വലുപ്പത്തിൽ ഈ പറയുന്ന 3 സേനകളും കൂടി ഉള്ള ഒരു സംയുക്ത സേനാ അഭ്യാസം ഏതാണ്ട് 10 ദിവസത്തെ ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഈ സർക്കിട്ട് മേഖല എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ ദീർഘമായിട്ട് പറയേണ്ടതും അല്ലെങ്കിൽ ഈ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം, ഈ ട്രംപ് ഒരു പ്രസ്താവന ഒരു കുറച്ചു നാളുകൾക്ക് മുമ്പ് നടത്തിയത് ഓർമ്മയുണ്ട്. അതായത് ഈ പറയുന്ന പാകിസ്ഥാനിൽ കൂടുതൽ ഈ സഹായം ഉണ്ടാകും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇന്ധനം വരെ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യയെ കൊണ്ട് ഒരുപക്ഷെ ക്രൂഡ് ഓയിൽ മേടിക്കേണ്ട അവസ്ഥയിലേക്ക് പാകിസ്ഥാനെ എത്തിക്കുന്ന ഒരു രാജ്യമായിട്ട് ഞാൻ കൊണ്ടുവരും എന്നൊക്കെ പറയുന്ന ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എവിടെ നിന്ന് ഈ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ റെയർ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഈ സർക്കിട്ട് മേഖലയുള്ള കടലെടുക്ക് ഈ പറയുന്നത് പോലെ പല ഘട്ടങ്ങളിൽ പരിശോധിക്കുമ്പോൾ ഇതുപോലെ റെയർ മെറ്റീരിയൽസിന്റെയും അല്ലെങ്കിൽ ഒരുപക്ഷെ ക്രൂഡ് ഓയിലിന്റെ ഒക്കെ ഒരു സംഭരണ കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പരീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ളതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഒരു ഖനനം ഒക്കെ അവിടെ നടത്തി അല്ലെങ്കിൽ അതിനകത്ത് ഇതുപോലെ ഉടക്ക് വന്നപ്പോൾ നിർത്തിവെച്ച് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ മേഖലയിൽ ഈ പറയുന്ന നമ്മൾ പറഞ്ഞിരിക്കുന്ന അതിർത്തി പാകിസ്ഥാൻ അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്ന ഒരു രീതിയില്ല. അതായത് നമ്മൾ ഇതിന്റെ പകുതിക്ക് വെച്ച് നമ്മുടെ അതിർത്തിയാണെന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ഒരിക്കലും അത് അംഗീകരിക്കുന്ന ഒരു അവസ്ഥയില്ല. വളരെ ദീർഘമായിട്ട് അതിർത്തി തർക്കമുണ്ട്. ഇപ്പം ഇതിനകത്ത് ഈ നമ്മൾ ഈ പറയുന്ന നോട്ടാം പ്രഖ്യാപിച്ച് സംയുക്ത സേനാ അഭ്യാസം തുടങ്ങുന്നതിന് വളരെ കാലം മുമ്പേ നമ്മളെല്ലാം ചർച്ച ചെയ്തതാണ്. ആ പ്രദേശത്ത് ഈ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഈ പറയുന്ന കാശ്മീരിൽ ഉണ്ടാക്കുന്നത് പോലെയും ബംഗ്ലാദേശിന് ബോർഡറിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെയും ചെക്കനക്കിന്റെ ബോർഡറിൽ ഉണ്ടാക്കുന്നത് പോലെയും ഈ സർക്കിട്ട് മേഖലയിൽ ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ വിഷയം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ അതിർത്തിക്ക് തർക്കം ഉണ്ടാക്കുന്നു, അവിടെ ഇന്ത്യയുമായിട്ടൊരു ഏറ്റുമുട്ടലിന് വേണ്ടി ശ്രമിക്കുന്നു. ആ സമയത്താണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഗുജറാത്ത് മേഖലയിൽ അല്ലെങ്കിൽ ഏത് മേഖലയിലും ഇന്ത്യൻ അതിർത്തിക്കകത്ത് പാകിസ്ഥാൻ ആവശ്യമില്ലാത്ത പ്രശ്നത്തിന് വന്നാൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലേക്കുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഇപ്പൊ നമ്മൾ ഇവിടെ നോട്ടാം പ്രഖ്യാപിക്കേണ്ട കൂടെ തന്നെ ഡൽഹി, മഹാരാഷ്ട്ര ഈ പറയുന്ന സ്ഥലങ്ങളിലും ഈ പറയുന്ന കരുതലിന്റെ ഭാഗമായിട്ട് നോട്ടാം പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ വേറെ ചില നീക്കുപോക്കുകളും ഒക്കെ നടത്തുന്നുണ്ട്. അതായത് അതിനകത്ത് ഇത് കൂടാതെ വേറൊരു വലിയ കാര്യമുണ്ട്. ഇതിനകത്ത് ഇപ്പം ഈ വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്ക പാകിസ്ഥാന്റെ കൂടെ നിൽക്കുന്നു. അപ്പോൾ തന്നെ അതിനകത്ത് പാകിസ്ഥാന്റെ കൂടെ നിൽക്കുന്നതിനകത്ത് ഇതുപോലെ ചില ലക്ഷ്യങ്ങൾ, റെയർ മെറ്റീരിയൽസിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ പുരോഗതിക്ക് മുമ്പോട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനെ ഉപയോഗിക്കുന്ന ലക്ഷ്യം, അതുപോലെ തന്നെ ഈ പറയുന്ന ബലൂചിസ്ഥാൻ കണ്ണുവെച്ചിട്ടുള്ള റെയർ മെറ്റീരിയൽസിന് കണ്ണുവെച്ചിട്ടുള്ള അമേരിക്കയുടെ നീക്കം, അതുപോലെ നമ്മൾ പറയുന്നില്ല പലവട്ടം അഫ്ഗാനിലകത്ത് ബഗ്രാം എന്ന് പറയുന്ന വ്യോമത്താവളം, ഇതെല്ലാം കൂടി അല്ലെങ്കിൽ മൊത്തത്തിൽ ഇങ്ങനെ കലങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അതിലെ ചില ഉദ്ദേശങ്ങളോട് കൂടിയുള്ള ഒരു നീക്കുപോക്കുകൾ അതിന് പാകിസ്ഥാനെ ഉപയോഗിക്കുന്നു. പാകിസ്ഥാൻ അത്തരത്തിൽ നിന്നു കൊടുക്കുന്നു. അത്തരത്തിൽ അല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്ത രാജ്യവും അത്തരത്തിൽ ആ സ്വഭാവത്തിൽ പല ദീർഘമായിട്ട് അല്ലെങ്കിൽ ആ സ്വഭാവത്തിൽ ദീർഘകാലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അപ്പം ഇതിനകത്ത് ഇപ്പം ഒരു പ്രശ്നമുണ്ട്. പാകിസ്ഥാന് വേറൊരു വലിയ വിഷയമുണ്ട്. പാകിസ്ഥാൻ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം വെളുപ്പിനെ ഈ ഗുജറാത്ത് മേഖലയിൽ ഇത് നടക്കുന്നതിന് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ പറയുന്ന പ്രദേശത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 3 വ്യോമത്താവളങ്ങളിൽ നിന്ന് പലവട്ടം വെളുപ്പിനെ 3 മണിക്ക് ശേഷം അവരുടെ പോർവിമാനങ്ങൾ പറന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. പോർവിമാനങ്ങൾ പറന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായെന്ന് വെച്ചാൽ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മളെ തോന്നിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യവുമാണ് അതിനകത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഇങ്ങനെ പറന്നു പൊങ്ങിയില്ലെങ്കിൽ ഇത്തരത്തിൽ വലിയൊരു സൈനിക അഭ്യാസം റഫേൽ ഉപയോഗിച്ചും അല്ലെങ്കിൽ 20,000 സൈനികരെ ഉപയോഗിച്ചും ടാങ്കുകൾ ഉപയോഗിച്ചും നടത്തുമ്പോൾ പാകിസ്ഥാൻ അകത്ത് ചില കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങളെ, പൊട്ടന്മാരായിട്ടുള്ള ജനങ്ങളെ പണ്ട് ബോധ്യപ്പെടുത്തിയ പോലെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ മുമ്പിലൊന്നും ഞങ്ങൾ വീണു കൊടുക്കുന്ന അല്ലെങ്കിൽ നിന്നു കൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് ഉണ്ട്. അതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ അടിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ബോർഡറിൽ വലിയ പ്രശ്നമാണ്. ഏത് സമയം കയറി അടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ 2 രാജ്യങ്ങൾ തമ്മിൽ ഒരു തർക്കവും അല്ലെങ്കിൽ പ്രശ്നവും ഉണ്ടായാൽ ഇന്ത്യ മഹാരാജ്യവും പാകിസ്ഥാനുമായിട്ട് ഉണ്ടാവുന്ന പ്രശ്നത്തിലുപരി ഈ 2 രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളാണ്. ഇപ്പൊ തന്നെ അഫ്ഗാൻ ഈ താലിബാന്റെ കെയർ ഓഫിൽ ഭരിക്കുമ്പോൾ താലിബാനിനകത്തെ മന്ത്രിമാർ ഉൾപ്പെടെ അല്ലെങ്കിൽ താലിബാൻ ഭരണകർത്താക്കൾ പലരും പഠിച്ചിട്ടുള്ള മദ്രസകൾ ഉൾപ്പെടെ പാകിസ്ഥാനകത്തുള്ളതാണ്.
അപ്പം ഇതിനകത്ത് മാത്രവുമല്ല, താലിബാന് വളരെ സ്വാധീനം പാകിസ്ഥാൻ അകത്തുണ്ട്. ഈ പാകിസ്ഥാൻ അകത്തെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ സേന അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സൈനിക ബലം ഒക്കെ തൊല്ലം ചെയ്യുമ്പോൾ ഒരുപക്ഷെ താലിബാന് അത്രത്തോളം വരത്തില്ലെങ്കിലും ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ഈ പറയുന്നത് പോലെ ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തെ പാകിസ്ഥാൻ അകത്ത് നിന്ന് ഇന്ത്യയിലെ ആക്രമിക്കുന്ന പോലെ താലിബാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരവസ്ഥയില്ല. കാരണം അതിനകത്ത് പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് ഒരുപക്ഷെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിനപ്പുറം ആഭ്യന്തര യുദ്ധം ഉണ്ടാകും. ഈ പറയുന്ന പാകിസ്ഥാനകത്ത് വലിയ വലിപ്പത്തിൽ താലിബാനിന് അനുകൂലമായിട്ട് TTP പോലെയുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ താലിബാൻ അനുകൂലമായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതെല്ലാം നമ്മളല്ലേ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന പോലെ യുദ്ധം വേണോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ആഭ്യന്തര സംഘർഷം വലിയ വലിപ്പത്തിൽ നടക്കുന്ന പാകിസ്ഥാൻ അകത്ത് ഈ പറയുന്ന പോലെ അഫ്ഗാനിസ്ഥാന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പല ഗ്രൂപ്പുകളുണ്ട്. നമുക്ക് ഖൈബർ പത്തുങ്കൽ മേഖല ആ പ്രദേശം മൊത്തം അഫ്ഗാനിസ്ഥാന്റെ താല്പര്യമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇന്നലെ ഇന്ത്യ കൂടെ പറയുമ്പോൾ വേറെ വലിയ വാർത്തയും കൂടെ വന്നു. ഈ സമയത്ത് തന്നെ അഫ്ഗാൻ ബോർഡറിൽ അല്ലെങ്കിൽ TTP ഇന്നലെ ഒരു വാഹനത്തിനകത്ത് ആക്രമണം നടത്തി ഒരു കമാൻഡോ ഉൾപ്പെടെയുള്ളവനെ വധിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ നോട്ടാം പ്രഖ്യാപിച്ച് നമ്മളൊരു സൈനിക അഭ്യാസം അവിടെ നടത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനും തയ്യാറാണ് എന്ന് പറയുകയും, അല്ലെങ്കിൽ നമ്മുടെ സൈനിക എല്ലാ വലിപ്പത്തിലുള്ള ഷിപ്പുകളുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ റഫേൽ ഉണ്ട്, 20,000 സൈനികരുണ്ട്, സംവിധാനമുണ്ട്, എല്ലാ വലിപ്പത്തിൽ നടത്തുമ്പോൾ അവരിതിന് തയ്യാറാണെന്ന്, അല്ലെങ്കിൽ അവരും എല്ലാത്തിനും തയ്യാറാണ്. അവരും നോട്ടാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 28 പോലും ഈ 30 വരെ അവർ നോട്ടാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അന്ന് ചർച്ച ചെയ്ത് ഏതെങ്കിലും മിസൈൽ പരീക്ഷണവും വല്ലതും ഈ സമയത്ത് നടത്തിക്കളയുമെന്നൊക്കെ. മിസൈൽ പരീക്ഷണം ഒന്നും നടത്തിയില്ല. കുറെ ജെറ്റ് വിമാനങ്ങൾ വെളുപ്പിനെ പലവട്ടം പറന്നു പൊങ്ങുകയും വീണ്ടും അവിടെ താഴുകയൊക്കെ ചെയ്തേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് മൊത്തത്തിൽ അവർക്ക് ഇപ്പം ഈ വിഷയം, അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള വിഷയം തന്നെ ഉണ്ടായാൽ അതിനകത്തുണ്ടാകുന്ന ആഭ്യന്തര വിഷയം സോൾവ് ചെയ്യുന്നതിന് ആ യുദ്ധത്തിനപ്പുറം ഇന്ത്യയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഏതെങ്കിലും രീതിയിൽ നടത്തിയാൽ മാത്രമേ അവിടുത്തെ ഗവൺമെന്റിന് അവിടുത്തെ ആൾക്കാരുടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുള്ളൂ. അഫ്ഗാനിസ്ഥാൻ ഇതിനെല്ലാം ഉപരി ഏതർത്ഥത്തിലും അടിക്കുന്നതിന് വേണ്ടി, പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി, പാകിസ്ഥാനകത്ത് ഈ പറയുന്നത് പോലെ പാകിസ്ഥാനെ തീർക്കുന്നതിന് വേണ്ടിയും ഒക്കെ നിൽക്കുകയാണ്. അവരതിന് പറയുന്ന കാരണങ്ങൾ, നിങ്ങൾ അമേരിക്കയുടെ സഹായത്തോടു കൂടി ഞങ്ങളെ ആക്രമിക്കുന്നത്, ഞങ്ങളെ കഴിഞ്ഞ ദിവസം അടിച്ചതിനകത്ത് നിരീക്ഷിച്ചതിനകത്ത് അമേരിക്കൻ ഡ്രോണുകളാണ് ഉപയോഗിച്ചത്. അപ്പം ഇതിനകത്ത് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ളൊരു യുദ്ധം പാകിസ്ഥാൻ അനിവാര്യമാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. ആണെങ്കിൽ ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ യുദ്ധം പോലും മറച്ചു പിടിക്കുന്നതിനും ആൾക്കാരുടെ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ അടിക്കണമെന്നുള്ള ഒരു രീതി, അല്ലെങ്കിൽ ആഭ്യന്തര കലഹം ഒഴിവാക്കുന്നതിനും ആ ശ്രദ്ധ മാറ്റുന്നതിനും വേണ്ടി ഇന്ത്യയുമായിട്ട് തീർച്ചയായിട്ടും ഒരു സംഘർഷത്തിനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടിയുള്ള നീക്കുപോക്കുകളാണ് നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും പിന്തുണയും ഒക്കെ ഒരുപക്ഷെ ഈ പറയുന്ന അമേരിക്കയുടെ ഭാഗത്തു നിന്നും മറ്റു പല രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം അഫ്ഗാനിസ്ഥാനും ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ടുള്ള ചർച്ചയ്ക്കകത്ത് തുർക്കി പറഞ്ഞു, നമ്മൾ ഒന്നല്ലേ, നമ്മുടെ ശത്രു ഇന്ത്യ മഹാരാജ്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് അഫ്ഗാനിസ്ഥാനത്ത് പറഞ്ഞ് അഫ്ഗാനിസ്ഥാൻ എല്ലാം തള്ളിക്കളഞ്ഞിട്ട് പോടാബുല്ല എന്റെ പാട്ടിൽ പറഞ്ഞ് തിരിച്ചു വന്നൊരവസ്ഥയുണ്ട്. അപ്പം ഇതാണ് അമേരിക്ക അല്ലെങ്കിൽ പാകിസ്ഥാൻ അകത്തുള്ള ഒരു പ്രശ്നം. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ പാകിസ്ഥാൻ അകത്ത് തന്നെ പ്രശ്നം ഉണ്ടാക്കും. പാകിസ്ഥാന് വലിയ വലുപ്പത്തിൽ കുഴപ്പമുണ്ടാക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ സേനാബലമല്ല, പാകിസ്ഥാൻ അകത്ത് നിന്ന് തന്നെ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി അഫ്ഗാനിസ്ഥാന് സാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. അല്ലെങ്കിൽ അതിനകത്ത് നടക്കുന്ന ആഭ്യന്തര യുദ്ധം, അല്ലെങ്കിൽ പ്രവിശ്യകൾക്കകത്ത് നടക്കുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിനകത്തെല്ലാം പങ്കാളിയാകുന്നതിനും അവരെ വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിനും അവരെ കൊണ്ടു നടക്കുന്നതിനും വേണ്ടി ഒക്കെ സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുതന്നെ തന്നെ ആ യുദ്ധത്തിനെ വഴിതിരിച്ചു വിടേണ്ടതും ആ യുദ്ധത്തിൽ ഉണ്ടായാൽ തന്നെ ശ്രദ്ധ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടും പാകിസ്ഥാനുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു കളിയും ഇതിന്റെ പുറകിലുണ്ട് എന്ന് വിചാരിക്കേണ്ടി വരും. യെസ്, എന്തായാലും പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ ഒരു നീക്കം നടത്തുന്നുവെങ്കിൽ പാകിസ്ഥാനകത്തുള്ള ആഭ്യന്തര വിഷയങ്ങൾ പാകിസ്ഥാന് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അതിനേറെ ഉദാഹരണമാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന ഒരു വിഷയം. തുർക്കിയും പാകിസ്ഥാനും ഉൾപ്പെടെ ഇന്ത്യക്കെതിരായി നിൽക്കുമ്പോഴും അഫ്ഗാനിസ്ഥാനെ പോലെയുള്ള ചില രാജ്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായി ഇന്ത്യ എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ടൊരു നിലപാടെടുക്കുന്നതും പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.